12 സീറ്റിലാണ് UDF ജയിച്ചത്. അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി, ഒരു സീറ്റിൽ SDPI ജയിച്ചിട്ടുണ്ട്. SDPI ജയിച്ചത് UDFിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ SDPI, ജമാഅത്ത് ഇസ്ലാം ഈ രണ്ട് സംഘടനകളും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ UDF ക്യാമ്പിനകത്ത് കൊണ്ടുവരാനുള്ള നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം അത് പ്രകടമായി. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനത്തിൻ്റെ മുൻപന്തിയിൽ വന്നത് SDPI ആണ്. ഇത് അവർ രൂപപ്പെടുത്തിയ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ മതരാഷ്ട്രവാദത്തിന് നേതൃത്വമുള്ള ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. അപ്പം ഇത് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് ഇവരുടെ രണ്ടു കൂട്ടരുടെയും നിലപാട് കാരണമാവുകയാണ്. ഇവിടെയാണ് മതനിരപേക്ഷ നിലപാടിൻ്റെ പ്രാധാന്യം വരുന്നത്. ആ പ്രാധാന്യത്തിനനുസരിച്ച് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ SDPIയുടെ വിജയം അത് കൂടുതൽ അപകടകരമായ പ്രവണതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിന്ന് കേരളീയ സമൂഹത്തെ രക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, മാധ്യമങ്ങളും പിന്നെ UDFും മറ്റു വിഭാഗങ്ങളുമെല്ലാം ഇങ്ങനെ ഒരു പ്രചരണം LDFിനെതിരായി അഴിച്ചുവിട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനായി എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരം തന്നെയാണ്.